ഹലോ, എൻ്റെ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഗാർഡനിലുള്ള ചെടികളൊക്കെ കുറവാണ്. ഞാൻ ഇന്നൊരു നഴ്സറി പോയി. ഞങ്ങളടുത്ത് തന്നെയാണ് നഴ്സറി. എടുത്ത് പറഞ്ഞാൽ ഓട്ടോറിക്ഷയ്ക്കൊക്കെ വരികയാണെങ്കിൽ 100 രൂപ പോയിൻ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ പോയിട്ട് എടുത്താണത്. ഇവിടെ ഒരുപാട് പല ഐറ്റംസും ഈ ചെടികളുണ്ട്. കുറച്ചൊന്നുമല്ല, ചില്ലി റെഡ്, അതിലൊരു യെല്ലോ, എന്താ പറയേണ്ടത്, ഒരുപാട് ചെടികളുണ്ട്. റോസുകളൊക്കെ കുറവാണ്. ഇപ്പം ഇതെല്ലാം ട്രെൻഡായി നിൽക്കുന്നത്. ഈ ചെടിയാണ് കൂടുതലുള്ളത്. ബൊഗെയിൻവില്ലാസിൻ്റെ ചെടികളാണ് ഏറെ ഉള്ളത് കേട്ടോ. ഇത് ഇവിടെ നല്ല വേലയൊക്കെ ഉണ്ട്. അത്യാവശ്യം ഇതൊക്കെ നല്ല വേലയാണ്. ഇതും ഞാൻ ഇവിടെ നിന്ന് എടുത്തതാണ്. ഒരു വണ്ടിക്ക് ഞാൻ കൊണ്ടുവന്നതൊക്കെ കൂടി. നമുക്ക് പിന്നെ വണ്ടിയൊന്നും ഇല്ലാത്തതാണ്. നമ്മളിങ്ങനെ ഒരു ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് കൊണ്ടുവരില്ല. അങ്ങനെ ഒരു 4-5 ചെടി അവിടെ നിന്ന് എടുത്ത്. നല്ല വൃഷിയായൊരു പോട്ടേന്ന്. ഇതിൻ്റെ ടുഡേ ടുമാറോ പറഞ്ഞ ചെടി പൂട്ടാട്ടോ. കുറേ ദിവസമായിരിക്കും ഇട്ടിട്ട്. ഞാൻ വീഡിയോ എടുക്കാൻ മറക്കും. നല്ല കളറായിരുന്നു. കളറ് കുറഞ്ഞിറങ്ങിയിരിക്കും. പിന്നെ അതുപോലെ ഈ വിങ്കുണ്ട്. പിന്നെ ബാൾസുണ്ട്. ബാൾസൊക്കെ കുറച്ച് തൈകളുണ്ട് അവിടെ. നല്ല അത്യാവശ്യം വില ഉണ്ട്. പൊന്മുണ്ടത്താണ്. നമ്മൾ മലപ്പുറം ജില്ല തിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണിത്. പൊന്മുണ്ടാണ്. കോട്ടയ്ക്കെന്ന് വരുന്ന വഴിയാണ്. അടുത്തുള്ളവർക്കൊക്കെ പോയി വാങ്ങിക്കാൻ പറ്റും. അവിടെ ഇഷ്ടംപോലെ പിന്നെ കടലാസ് ചെടികളുണ്ട്. ഇപ്പം അതെല്ലാം ട്രെൻഡായി നിൽക്കുന്നത് ആ ചെടികളാണ് ഇപ്പോൾ ഇഷ്ടംപോലെ ഉള്ളത്. ഇതിന് കുറേ കളറുകളുണ്ട്. വെരിക്കേറ്റഡും വെറും ഒറ്റ കളറിൻ്റെ ലീഫുള്ളതും എല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് ചെടികളൊക്കെ ഞാൻ കണ്ടു. ചില്ലി റെഡൊക്കെ എന്താ നിൽക്കണത്. അതിൻ്റെ എല്ലാം കാണണ്ടാണ്, കണ്ണ് പൊളിക്കണം. അത്രയുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതൊക്കെ ഒന്ന് കാണി. നമ്മളെ വീട്ടിലൊക്കെ അങ്ങനത്തെ ഓരോരോ തയ്യെങ്കിലും കൊണ്ടുവന്ന് വെക്കണം. നല്ല വില വെച്ചാൽ അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റാണ് ഇതൊക്കെ. കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതിലൊരു ഫ്രൂട്ടിൻ്റെ തൈകളും എന്താ പറയുക, കുറേ ചെടികൾ, മറ്റ് ചെടികളൊക്കെ കുറവാണെങ്കിലും ഉണ്ട്. ഈ നഴ്സറിയിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ എല്ലാ ഭാഗമൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഞാൻ നേരം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഭാഗമൊക്കെ പൂക്കളെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് എടുത്തിട്ട് പോകുന്നതാണ്. നല്ല ഭംഗിയുള്ള ബൊഗെയിൻവില്ലാസാണ് കൂടുതലുള്ളത്. പല കളറിലുണ്ട്. ഒരു ഡബിൾ കളറുണ്ട്. വൈറ്റ് കുറവാണ്. വൈറ്റ് ഉണ്ട് എങ്കിലും വൈറ്റ് അങ്ങനെയില്ല. പിന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണട്ടോ. ഇതിൻ്റെ 2 ഐറ്റം ഉണ്ട്. ഇനി വിലയും കൂടെ ഞാൻ ചോദിച്ചിട്ടില്ല. ഇതിൻ്റെ അടുത്ത് തൈയുണ്ട്. പിന്നെ എന്തിനാ ഇതൊന്നും ഇപ്പം അധികം ആൾക്കാർ ഇല്ലാത്ത ആളുകളുണ്ടാവില്ല. ഇത് വെരിക്കേറ്റഡിൻ്റെ തന്നെ അങ്ങനത്തെ 2-3 ഐറ്റംസ് ഉണ്ട്. വെരിക്കേറ്റഡ് തൈകൾ വലിയ വലിയ ചട്ടികളിൽ വലിയ പുതിയ വീടൊക്കെ ഉണ്ടാക്കിയ വീട്ടുകാർക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റിയ സെറ്റപ്പുള്ള ബൊഗെയിൻവില്ലാസ് ഉണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടാലൊരു ലൈക്ക് തരിക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു, സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ ശരിക്കും ആസ്വദിച്ച് കാണുന്നുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട്. നിങ്ങൾ ചെടിയൊന്നും ഫുള്ളായിട്ട് ഇറക്കിയിട്ടൊന്നും സെയിൽ ചെയ്യുന്നില്ല. അത് കട്ടിങ്ങൊക്കെ വെച്ച് പിടിപ്പിച്ച്. ബൊഗെയിൻവില്ല 2 കളറിൻ്റെ അടുത്തുണ്ട്, 3 കളറുണ്ട്. അന്ന് ഞാൻ ഇട്ടപ്പോൾ കുറച്ച് 4-5 തൈ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇനി അധികമൊന്നുമില്ല, കുറേശ്ശേ ഉള്ളൂ. അപ്പോൾ
ഇതിൻ്റെ ഓറഞ്ചൊക്കെ എന്തൊരു ഭംഗിയാറ്, പേടി വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്നാൽ പോവല്ലേന്ന്. നമുക്ക് ഇവിടെ നല്ല ചൂടാണ്. അപ്പം എൻ്റെ പ്രേക്ഷകരാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അതുകൊണ്ട് 2500 മണിക്കൂറായിരിക്കും. ഇനി ബാക്കിയുള്ളതും കൂടെ നാടാണ്ട് ഒരുപാട്. എനിക്കൊന്നും എവിടെയും പോയിട്ടൊന്നും വീഡിയോ എടുക്കാനുള്ളൊരിതൊന്നും എനിക്കില്ല. ഞാൻ എൻ്റെ ചെടികളൊക്കെ വെച്ചിട്ട് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ അവിടെ പോയപ്പെടുത്തതാണ് കുറച്ച് ഭാഗങ്ങളൊക്കെ. ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം.